ആവൂ എത്തിയോ? എന്തത്ര വൈകിയേ? ഇപ്പൊ ഒന്നിനും ഒരു കൃത്യനിഷ്ഠയുമില്ല. കാലത്ത് ഓടാൻ പോകുന്നില്ല, വൈകിട്ട് താമസിച്ച് വരുന്നു. എന്താത്? എല്ലായിടത്തും ഓടി എത്തണ്ടേ? കമ്പനിയിലെ സ്ഥിതി ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. കഴിഞ്ഞ മാസത്തെ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയോ? ഇല്ല. എത്രയാ? എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കില്ല. മോന്തി വെച്ച് നിൽക്കുക. നാളത്തെ കാര്യം എങ്ങനെ പ്ലാൻ ചെയ്തു? രാവിലെ കൃത്യം 10 മണിക്ക് മുനിസിപ്പൽ പാർക്കിൽ ആനന്ദ പയ്യോടത്ത് ബർത്ത്ഡേ ആഘോഷം. വൈകിട്ട് 6 മണിക്ക് ഗണപതി പയ്യുമായി വീട്ടിൽ കേക്ക് മുറിക്കുന്നു. എങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധി അപാരം തന്നെ. പിന്നൊരു കാര്യം, നമ്മളെ അന്വേഷിച്ച ബോംബെക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സൂക്ഷിക്കണം. कहाँ गए विक्रम? मुझे नहीं मालूम किरण जी. बोल बे कुत्ते, कहाँ गए विक्रम? किरण जी मुझे नहीं मालूम. നിനക്കറിയാവുന്ന ഞാൻ നോക്കട്ടെ. എന്താ പ്രശ്നം? ശല്യപ്പെടുത്താൻ തന്നെയാണ് ഭാവം. ഹലോ സാർ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ഞാൻ മോഹനിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ബർത്ത്ഡേ പ്രസന്റ്. ബ്യൂട്ടിഫുൾ. എന്താണ് ഇത്? ഈ മോതിരം മോഹിനിയുടെ വിരലിന് നന്നായിട്ട് ചേരും. ഞാനില്ല തരാം. ആ ഗണപതി കസ്മലിന് എന്തെങ്കിലും സംശയം തോന്നിയില്ല? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാറല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? സാറിനറിയോ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോ വലിയ ആഘോഷമായിട്ടാണ് എന്റെ പിറന്നാൾ കൊണ്ടാടിയിരുന്നത്. ആട്ടവും പാട്ടും എല്ലാം ഇന്നത്തെ പോലെ ഓർമ്മ വരുന്നു. ഈ ഒരു ദിവസം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണ്. മോഹിനിക്ക് എന്ത് വേണം? ഞാൻ വാങ്ങിച്ചു തരാം. ഐസ്ക്രീം, ബോണ്ട, വട, സുഖിയൻ. ചിക്കൻ മാത്രം എന്നോട് പറയരുത്, ഞാൻ കഴിക്കില്ല. ഐ എം എ പ്യൂർ വെജിറ്റേറിയൻ. ഇതെന്താണ് ഇത്? അതെ പയ്യൻ 2 രൂപയ്ക്ക് കപ്പളാണ്ട് തരൂ. പിറന്നാൾ ആഘോഷം നമുക്ക് കപ്പളാണ്ടിയിൽ തുടങ്ങാം. ഏതോ ഒരു ജോക്കർ നമ്മുടെ പ്ലേസ് കയ്യേറിയിരിക്കുന്നു. ഓടിച്ചു വിടണോ? ഏയ്, ഓടിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് വരിക്കാം. വേണ്ടല്ലേ? അല്ല, ഇന്നെങ്ങനെ മുങ്ങി? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു വലിഞ്ഞതാ. അയാള് നല്ല പരിചയം തോന്നുന്നു. നിന്റെ ചിറ്റപ്പയ്യുടെ അതേ കെട്ടല്ലേ? ആ പിള്ളേര് നോക്കുന്നു. പിള്ളേരോട് പോകാൻ പറ. ഹലോ, ആരുടെ? ഒരു കാളില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി വേഷം മാറിയില്ലെങ്കിൽ പ്രശ്നമാകും. ഹോട്ടൽ മഹാറാണിയിലോട്ട് പോകട്ടെ. ശരി സർ. മേഡം പ്രസിഡന്റിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഒരു ബോംബെക്കാരന്റെ കെട്ടുമട്ടും കാണും. കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. നേരിട്ട് ഇങ്ങോട്ട് എത്തും. പുള്ളിക്കാരൻ ഇത്തിരി ലൂസാണെന്ന് കേട്ടു. അത് അസൂയക്കാര് വെറുതെ പറയുന്നതാ. ആള് ഭയങ്കര തമാശക്കാരൻ അത്രേ. എത്രയായി?
എത്തിച്ചേർന്നിട്ടുണ്ട്. പാചക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ചിക്കൻ മണ്ടേക്കടി തിന്നുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഇനിയൊരു സന്തോഷ വാർത്ത. വൃക്കരോഗിയായി അവശ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ മഹാനായ പ്രസിഡന്റ് സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്നതായിരിക്കും. ശേഷം അദ്ദേഹത്തെ നാം ആശുപത്രിയിലേക്ക് ആനയിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈർന്നണിയുകയാണ്. ആരാണ് നീ? ദമയന്തി? നിക്കൂ. എങ്ങോട്ടാ? മുന്നോട്ട്. മുന്നോട്ടായാലും പിന്നോട്ടായാലും മിനിമം ചാർജ് 10 രൂപ. എവിടെ വിടോ? ഇവിടെ വിടോ? ബാക്കി താളാട്ടോ. അതാനന്ദ സാറല്ലേ? എന്റെ ഈ കോമാളി വേഷം മാറി എന്നെ പരീക്ഷിക്കാൻ വന്നാണോ? ദൈവമേ, എന്റെ ജോലി പോയി. അവള് മനസ്സിലായി കാണുമോ? എവിടെ പോയി? എന്റെ ജോലി പോയത് തന്നെ. എന്റെ ജോലി തീർന്നു. ഇനി നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. വാ ചേട്ടാ. ഇനിയോ?